Dear students, welcome to Computers Accounting class. ഇന്ന് നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാണിച്ചു തന്നു. ധാരാളം ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉണ്ട്. അതിലേതാനും ചില ഫങ്ഷൻസ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് എടുത്ത് കാണിക്കാം. ധാരാളം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. കാറ്റഗറിയിൽ സെലക്ട് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്, നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് കാണാം. ഓക്കെ, അതിൻ്റെ എണ്ണം പോലും നമുക്കറിയില്ല. ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആകെ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഈഫ്. ഇപ്പോൾ അതിൽ ഒന്നാമത്തേത് count എന്ന ഫങ്ഷൻ. count function is used for counting the cells containing number only. ഒരു ഫിക്സ്ഡ് റേഞ്ചിലുള്ള സെല്ലുകളിലെ നമ്പർ ഉള്ള സെല്ലുകളുടെ എണ്ണമാണ് കൗണ്ട് ഫങ്ഷനിൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് കൗണ്ട് ബ്രാക്കറ്റിൽ റേഞ്ച്. രണ്ടാമത്തെ ഫങ്ഷൻ കൗണ്ട് എ. കൗണ്ട് എ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ, ഒരു ഫിക്സ്ഡ് റേഞ്ചിലെ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന സെല്ലുകളിൽ എന്തെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണമാണ്. സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു സ്പേസ് എങ്കിലുമുള്ള സെല്ല്, നമ്മൾ വെറുതെ ഒരു സ്പേസ് ബാർ ഇട്ടാൽ ആ സ്പേസ് അവിടെ കൗണ്ട് ചെയ്യും. ഓക്കെ, വാല്യൂ ഉള്ളതായിട്ട് കൗണ്ട് ചെയ്യും. ഓൺലി ബ്ലാങ്ക് സെൽസ് വിൽ ബി എക്സ്ക്ലൂഡഡ്. ബ്ലാങ്ക് സെല്ലുകൾ മാത്രം, ഒരു ഡേറ്റയും ഇല്ലാത്ത, ഒരു സ്പേസ് ബാർ പോലും എൻ്റർ ചെയ്യാത്ത ബ്ലാങ്ക് സെല്ലുകൾ മാത്രം ഒഴിവാക്കും. ബാക്കി സെല്ലുകളുടെ എണ്ണം, എന്തെങ്കിലും ഡേറ്റ ഉള്ള സെല്ലുകളുടെ എണ്ണം അറിയാനാണ് കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അവിടെ ഏത് തരം ഡേറ്റയും ആകാം. മൂന്നാമത്തെ ഫംഗ്ഷൻ കൗണ്ട് ബ്ലാങ്ക്. കൗണ്ട് എ ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കൗണ്ട് ബ്ലാങ്ക്. കൗണ്ട് ബ്ലാങ്ക് ഉപയോഗിക്കുന്നത് ബ്ലാങ്ക് സെല്ല് കൗണ്ട് ചെയ്യാനാണ്. ഒരു തരത്തിലുള്ള ഡേറ്റയും എൻ്റർ ചെയ്യാത്ത ബ്ലാങ്ക് ആയ സെല്ലുകളുടെ എണ്ണം അറിയാനാണ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നാലാമത്തത് കൗണ്ട് ഈഫ് ഫംഗ്ഷൻ. കൗണ്ട് ഈഫ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം അറിയാനാണ് കൗണ്ട് ഈഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് നമ്മൾ ഒരു എക്സൽ ഷീറ്റിൽ നമ്മുടെ ലിബ്രെ ഓഫീസ് കാൽക്കിൽ എൻ്റർ ചെയ്ത് വയ്ക്കുന്നു. അതിൽ 24 മാർക്കിന് കുറവുള്ള കുട്ടികളുടെ എണ്ണം അറിയണം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കുക, കൗണ്ട് ഈഫ്. അതിൻ്റെ സിൻടാക്സ് കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് ക്രൈറ്റീരിയ ആണ്. നമ്മൾ കൊടുക്കുക കൗണ്ട് ഈഫ് ഈസ് ഈക്വൽ ടു കൗണ്ട് ഈഫ്. ആ റേഞ്ച്, മാർക്കിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇട്ടിട്ട് ഇൻവേർട്ടഡ് കോമയിൽ <24 എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് എണ്ണം തരും. ഓക്കെ, അപ്പോൾ 4 ഫങ്ഷൻസ് ഓർത്തിരിക്കുക. കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഈഫ്. ഇനി ഇത് നിങ്ങൾ റെക്കോർഡിൽ എഴുതേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ ചെയ്യാം. നമുക്ക് എ എന്താണ്? ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഓൺലി. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൗണ്ട് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവിടെ ഫോർമുല എൻ്റർ ചെയ്യാം. ഈസ് ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ ആ റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ കംപ്ലീറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, 11 സെൽസ് ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്, ബി. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം അറിയണമെങ്കിൽ കൗണ്ട് എ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. സോ എൻ്റർ ദ ഫോർമുല ഈസ് ഈക്വൽ ടു കൗണ്ട് എ ബ്രാക്കറ്റിൽ റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. 18 സെൽസ് കണ്ടെയ്ൻസ് എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉള്ള 18 സെല്ലുകളാണ് ഉള്ളത്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ബാർ ഇട്ട് നോക്ക്.
ഓക്കെ, ആ സ്പേസ് ബാർ അവിടെ കൗണ്ട് ചെയ്തു, ഡേറ്റ ഉള്ളതായിട്ട് കൗണ്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സി, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് റുപ്പീസ് 1000. നോട്ട് റുപ്പീസ് 1000, 1000-നേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം അറിയണം. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം അറിയാൻ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ കൗണ്ട് ഈഫ് ഫംഗ്ഷനാണ്. ഓക്കെ, എൻ്റെ ഫോർമുല, എൻ്റെ സിൻടാക്സ് കൗണ്ട് ഈഫ് റേഞ്ച് കോമ ക്രൈറ്റീരിയ ഈസ് ഈക്വൽ ടു കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് സോറി ഇങ്ങോട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായില്ല, കോമ ക്രൈറ്റീരിയ ഇൻവേർട്ടഡ് കോമയിൽ എക്സീഡിങ് 1000 ഗ്രേറ്റർ ദാൻ 1000 ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നൗ പ്രസ് എൻ്റർ കീ. ഓക്കെ, ഓൺലി വൺ സെൽ കണ്ടെയ്ൻ വാല്യൂ വിച്ച് ഈസ് എബവ് 1000, ദാറ്റ് ഈസ് ഈ സെല്ലാണ്, അതായത് F2 ആണ്. ഓക്കെ, സോ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. കൗണ്ട് ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ സെല്ലുകളിൽ നമ്പർ ഉള്ള സെല്ലുകളുടെ എണ്ണം അറിയാനാണ് കൗണ്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കൗണ്ട് എ, എന്തെങ്കിലും ഡേറ്റ ഉള്ള സെല്ലുകളുടെ എണ്ണം അറിയാൻ, ദ സെൽസ് containing number of cells containing any data value. Then count blank is used for counting the number of empty cells, that is the cells that do not contain any value. And last count if is used for counting the number of cells meeting a certain criteria. ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം അറിയാനാണ് കൗണ്ട് ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, so this work you should do. If you have a computer in your home, you should do it in your home, because this should be written in your record book. Okay, dear students, ഇനി നമുക്ക് ലോജിക്കൽ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കാം. ലോജിക്കൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ലോജിക്കൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. Okay, logical functions are used for comparing two values or statements. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന 3 ലോജിക്കൽ ഫങ്ഷൻസ് ആണുള്ളത്, ഈഫ് ആൻഡ് ഓർ. ഈ 3 ലോജിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഈഫ് ആൻഡ് ഓർ. These logical functions, all these logical functions returns either logical true or logical false. ട്രൂ അല്ലെങ്കിൽ false എന്ന റിസൾട്ടാണ് ഈ ലോജിക്കൽ ഫങ്ഷൻസ് നമുക്ക് തരുന്നത്. ഓക്കെ, ട്രൂ അല്ലെങ്കിൽ false. അതിൽ ഒരു ലോജിക്കൽ ഫങ്ഷൻ നമുക്കിപ്പോൾ പഠിക്കാം, ഈഫ് എന്ന ലോജിക്കൽ ഫങ്ഷൻ. ഈഫ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് to test a condition whether it is true or false. ഒരു കണ്ടീഷൻ മാത്രം, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയാനാണ് നമ്മൾ ഈഫ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടൻസിയുടെ മാർക്ക് 50 എബോവ് ആണോ 50 കുറവാണോ, ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. എന്താണ്? 50 എബോവ് ആണോ? ഈ ഒരു കണ്ടീഷൻ മാത്രം, ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് അത് 50 കൂടുതലാണോ കുറവാണോ, ഈ ഒരു കണ്ടീഷൻ മാത്രം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈഫ് ഫങ്ഷൻ ഉപയോഗിക്കാം. ഈഫിൻ്റെ സിൻടാക്സ് നോക്കുക, ഈസ് ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റിൽ ടെസ്റ്റ് കോമ ദെൻ വാല്യൂ കോമ അതർവൈസ് വാല്യൂ. ആ സിൻടാക്സിൽ ഓരോന്നും പറയാം. ആദ്യത്തേത് ടെസ്റ്റ്. ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, ലോജിക്കൽ ടെസ്റ്റ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ. അതായത്
This is any value or expression that can be true or false. Okay, any value that can be true or false. We are checking A1 whether A1 50 ആണോ 100 ആണോ. നമുക്കിത് പറയാം A1 if A1 is equal to 50 എന്നത് A1 is equal to 50 എന്നത് ഒരു ടെസ്റ്റാണ്. A1 is equal to സുരേഷ് എന്നത് ഒരു ടെസ്റ്റാണ്. A1ൽ എൻ്റർ ചെയ്ത പേര് സുരേഷ് എന്ന പേരാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് A1 is equal to സുരേഷ്, that is a test. For test requires some mathematical operators is equal to, greater than, less than or equal to, greater than or equal to, not equal to. ഇത്രയും മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ദീസ് ആർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. ടെസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ റിക്വയർഡ്. ഓക്കെ, സോ വി ആർ എൻറ്ററിങ് 1 മാർക്ക് ഹിയർ. സുരേഷ് എന്ന കുട്ടിയുടെ അക്കൗണ്ടൻസിയിലുള്ള മാർക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. 55 ആണ് മാർക്ക്. നൗ വി ആർ എൻറ്ററിങ് ദി ഈഫ് കണ്ടീഷൻ. ഈസ് ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റിൽ ലോജിക്കൽ ടെസ്റ്റാണ് ആദ്യം വേണ്ടത്. ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് A6 ഇഫ് A6 ഈസ് ഈക്വൽ ടു സുരേഷ് എന്ന് കൊടുക്കാം. A6ൻ്റെ അതിന് പേര് സുരേഷ് എന്നാണോ? ഓക്കെ, അല്ലെങ്കിൽ ഇഫ് B6 ഗ്രേറ്റർ ദാൻ 50. നമുക്ക് ഇഫ് B6 ഗ്രേറ്റർ ദാൻ 50. ഇതൊരു ലോജിക്കൽ ടെസ്റ്റാണ്. ആഫ്റ്റർ എൻറ്ററിങ് ദിസ് ലോജിക്കൽ ടെസ്റ്റ് പുട്ട് എ കോമ. ഇനി ഇവിടെ ദെൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് വേണ്ടത്? ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്താണ് റിസൾട്ട് വേണ്ടത്? ഓക്കെ, ദെൻ വാല്യൂ നിങ്ങൾ കൊടുക്കുന്ന ലോജിക്കൽ ടെസ്റ്റ് ഓർത്തിരിക്കുക. B6 ഗ്രേറ്റർ ദാൻ 50, 50ൽ കൂടുതലാണെങ്കിൽ. അപ്പോൾ ദെൻ വാല്യൂ അത് ശരിയാണെങ്കിൽ എന്താണ് റിസൾട്ട് വേണ്ടത്? അത് നമുക്ക് ടെസ്റ്റ്, നമുക്കൊരു നമ്പർ ആണെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നമ്പർ അല്ല, നമുക്ക് പാസ്ഡ് എന്ന് വേണം, അല്ലെങ്കിൽ ഗുഡ് എന്ന് വേണം. നമുക്ക് ഗുഡ് എന്ന് കൊടുക്കാം. ഇൻവേർട്ടഡ് കൊമയിൽ കൊടുക്കണം. ടെക്സ്റ്റ് ആണെങ്കിൽ ഇൻവേർട്ടഡ് കൊമയിൽ കൊടുക്കണം. ഫോർമുല, നമ്പർ ഇത് രണ്ടുമാണെങ്കിൽ ഇൻവേർട്ടഡ് കൊമ വേണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് ഗുഡ് എന്ന് കൊടുക്കും. ഓക്കെ, ഇതാണ് ദെൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ വരേണ്ടത്, റിസൾട്ട് വേണ്ടത്. അത് നമ്മൾ ഗുഡ് എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി 50ൽ കൂടുതലല്ലെങ്കിലോ, അത് ആ കണ്ടീഷൻ തെറ്റാണെങ്കിലോ, അതർവൈസ് വാല്യൂ അത് തെറ്റാണെങ്കിൽ എന്താണ് റിസൾട്ട് വേണ്ടത്? ഓക്കെ, ഇംപ്രൂവ്, നീഡ് ഇംപ്രൂവ്മെൻ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻവേർട്ടഡ് കൊമയിൽ നീഡ് ഇംപ്രൂവ്മെൻറ്റ്, ഇൻവേർട്ടഡ് കൊമ ക്ലോസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ആദ്യത്തെ ബ്രാക്കറ്റിൽ ഈഫ്, ബ്രാക്കറ്റിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ B6ലെ വാല്യൂ 15 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. B6ലെ വാല്യൂ 50യേക്കാൾ കൂടുതലാണ്. B6 ഗ്രേറ്റർ ദാൻ 50. പുട്ട് കൊമ. അത് ശരിയാണെങ്കിൽ എന്താണ് നമുക്ക് റിസൾട്ട് വേണ്ടത്? ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് കൊമയിൽ കൊടുക്കുക. ഒരു നമ്പറാണ് വേണ്ടതെങ്കിൽ അത് നമ്പർ ടൈപ്പ് ചെയ്താൽ മതി, കൊമ ഇടുക. അതിന് അതർവൈസ് വാല്യൂ, അതായത് ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്താണ് റിസൾട്ട് വേണ്ടത്? നീഡ് ഇംപ്രൂവ്മെൻ്റ് എന്ന് കൊടുത്തു. ഇനി അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, പ്രസ് എൻ്റർ കീ. സി ഗുഡ്. ഓക്കെ, ഇവിടെ 45 ആയിരുന്നെങ്കിലോ, നീഡ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഈഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് ടു വാല്യൂസ്. ഓക്കെ, രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാനാണ് നമുക്ക് ഈഫ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഫങ്ഷനിൽ സിൻടാക്സ് ഈസ് ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റിൽ ടെസ്റ്റ്.
കൊമ ദെൻ വാല്യൂ കൊമ അതർവൈസ് വാല്യൂ. നമ്മൾ വിശദമായിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്ത് പഠിച്ചു. ഓക്കെ, ദെൻ ഈ ഫങ്ഷൻ നമുക്ക് വി ക്യാൻ യൂസ് മോർ ദാൻ വൺ ഈഫ് കണ്ടീഷൻ. അതിന് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രേഡ്, നിങ്ങളുടെ ഗ്രേഡ് കാണണം. ഗ്രേഡിൻ്റെ പ്രത്യേകത എന്താ? 90 അബോവ് ആണെങ്കിൽ A+ ആണ്, 80 അബോവ് ആണെങ്കിൽ A ഗ്രേഡാണ്, ഇങ്ങനെ നമുക്ക് D ഗ്രേഡ് വരെയുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രേഡ്. ഈ ഗ്രേഡ് കാണാൻ നമുക്ക് ഈഫ് ഫങ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഗ്രേഡ് കാണാൻ ഈഫ് ഫങ്ഷൻ ഉപയോഗിക്കാം. നമുക്കിവിടെ ഒരു മാർക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാം, 60. ഈ 60 മാർക്കിൻ്റെ ഗ്രേഡ് കാണണമെങ്കിൽ വി നീഡ് മോർ ദാൻ വൺ ഈഫ് ടെസ്റ്റ് ഹിയർ. അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. ഈസ് ഈക്വൽ ടു ഈഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഈ 60 മാർക്കിൻ്റെ സെല്ല് സെലക്ട് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 മാർക്കോ അതിൽ കൂടുതലോ ആണെങ്കിൽ 90. നമ്മുടെ ടെസ്റ്റാണിത്. B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 എന്നത് ടെസ്റ്റാണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു കോമ ഇടുക. ഇനി ആ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ 90 അബോവ് ആണെങ്കിൽ എന്താ വേണ്ടത്? ഇൻവേർട്ടഡ് കൊമയിൽ കൊടുക്കുക. എന്താണ്? A+ ആണ് വേണ്ടത് അല്ലേ? ഇൻവേർട്ട് കൊമ ക്ലോസ് ചെയ്യാം, വീണ്ടും കോമ ഇടുക, ദെൻ വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അതർവൈസ് വാല്യൂ ആണ്. അതർവൈസ് വാല്യൂവിൽ നമ്മൾ നെക്സ്റ്റ് ഈഫ് കൊടുക്കുക. അത് തെറ്റാണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് മാർക്ക് 90 അബോവ് അല്ല, 90 അബോവ് ആണെങ്കിൽ അവിടെ A+ എന്ന് റിസൾട്ട് വന്നു, അത് ഫോർമുല ക്വിറ്റായി, നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി 90 അബോവ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ടെസ്റ്റ് കണ്ടീഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതർവൈസ് വാല്യൂവിൻ്റെ അടുത്ത് നെക്സ്റ്റ് ഈഫ് കൊടുക്കുക, അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെയിം സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഓക്കെ, എന്താണ്? 80. വീണ്ടും ടെസ്റ്റ് കഴിഞ്ഞു, കോമ ഇടുക. ഓക്കെ, അവിടെ ഇൻവെർട്ടർ കൊമയിൽ A ഗ്രേഡാണ്. ഓക്കെ, ഇപ്പോൾ 80 അബോവും അല്ല, 80ലും കുറവാണെങ്കിൽ വി ഹാവ് ടു ടെസ്റ്റ് അഗെയിൻ. അടുത്ത ഈഫ് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? അടുത്ത ഈഫ് കൊടുക്കണം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വീണ്ടും ഇതേ ടെസ്റ്റ് ആവർത്തിക്കുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 വരെ എത്തി. നമ്മളിനി 70 ടെസ്റ്റ് കൊടുത്തു, ദെൻ വാല്യൂ കൊടുക്കുക. ഈ ടെസ്റ്റ് ശരിയാണെങ്കിൽ എന്താണ് വേണ്ടത്? 70 അബോവ് ആണെങ്കിൽ ഏതാണ് ഗ്രേഡ്? B+ ആണ്. ഇൻവെർട്ടർ കൊമയിൽ B+. ഇൻവെർട്ടർ കൊമ ക്ലോസ് ചെയ്യും, കോമ ഇടുക. അതും തെറ്റാണെങ്കിൽ 70 മാർക്കും ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ഈഫ് കൊടുക്കുക. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വീണ്ടും സെയിം സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60. പുട്ടക്കോമ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി ദെൻ വാല്യൂ കൊടുക്കുക. ദെൻ വാല്യൂ ഇത് 60 അബോവ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? B ഗ്രേഡാണ്. ഇൻവെർട്ടർ കൊമയിൽ B എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെ കൊടുക്കുക. അവിടെ നെക്സ്റ്റ് കോമ ഇട്ട് നെക്സ്റ്റ് ഈഫ് കൊടുക്കുക. ഇങ്ങനെ D ഗ്രേഡ് അവസാനം D+ ഗ്രേഡ് വരെ കൊടുക്കുക. ഓക്കെ, D+ ഗ്രേഡ് വരെ കൊടുക്കുക. നമുക്കെല്ലാം കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുക. ഈഫ് 60 അബോവ് അല്ല, അതിലും താഴെയാണ് മാർക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ 60, 50, 40, 30, 20 ഇങ്ങനെ പോരുക. ഓക്കെ, 60 നെക്സ്റ്റ് 50 ആണ്. 50 സെല്ല് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50, കോമ ദെൻ വാല്യൂ 50 അബോവ് ട്രൂ ആണെങ്കിൽ വരേണ്ട വാല്യൂ എന്താണ്? C+ ഗ്രേഡാണ്. ഇൻവെർട്ടർ കൊമയിൽ C+. കോമ. ഇനി 50 ഇല്ല, എന്നാൽ നമുക്ക് 40 അബോവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈഫ് വീണ്ടും കൊടുക്കുക. ഓക്കെ, ഈഫ് വീണ്ടും കൊടുത്തു. 40 അബോവ് ആണോ എന്ന് നോക്കണം. അതായത് B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40. ടെസ്റ്റ് കഴിഞ്ഞു. ഇനി കോമ ഇടുക. 40 അബോവ് ആണെങ്കിൽ എന്താണ് വേണ്ടതെന്ന് അവിടെ കൊടുക്കുക. ഇൻവെർട്ടർ കൊമയിൽ 40 അബോവ് ആണെങ്കിൽ
സി ആണ്. ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യാം. പുട്ടെ കോമ 30 ഇല്ല 40 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് 30 എബോവ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ ഈഫ് കൊടുക്കണം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 30. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 30. ടെസ്റ്റ് കഴിഞ്ഞു. കോമ ഇട്ടു. ഇൻവേർട്ട് കോമ 30 എബോവ് ആണെങ്കിൽ ഏതാണ് ഗ്രേഡ്? D പ്ലസ് ഗ്രേഡാണ്. D പ്ലസ്. ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യാം. ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യാം. പുട്ടെ കോമ. ഇനി 30 ഇല്ലെങ്കിലോ? 30 ഇല്ലെങ്കിൽ D ഗ്രേഡാണ് കൊടുക്കുക. ഓക്കെ, വി ആർ ഗിവിങ് D ഗ്രേഡ്. 30 മാർക്കും ഇല്ലെങ്കിൽ D ഗ്രേഡ്. അപ്പോൾ നമ്മൾ ഇനി ഒരു കണ്ടീഷനും കൂടി ഉള്ളൂ. 30 ഇല്ലെങ്കിൽ D ഗ്രേഡ്. വേറെ കണ്ടീഷൻ ഇല്ല. സോ വി ആർ പുട്ടിങ്. വീണ്ടും നമ്മൾ ഈഫ് ആവശ്യമില്ല. ലാസ്റ്റ് അതർവൈസ് വാല്യൂ കൊടുക്കുക. അതർവൈസ് വാല്യൂ. ഓക്കെ, ഇനി ഈ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റുകളൊക്കെ ക്ലോസ് ചെയ്യണം. ഇവിടുന്ന് പുറകോട്ട് എണ്ണി നോക്കുക എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 ഈഫ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഈഫ് കണ്ടീഷനും ഓരോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 1 2 3 4 5 6 7. ഓക്കെ, വി ഹാവ് കംപ്ലീറ്റ്ലി എൻറ്റേർഡ് ദ ഫോർമുല. ഒരിക്കൽ കൂടി നമുക്ക് ഫോർമുല ആദ്യം മുതൽ ചെക്ക് ചെയ്യാം. നോക്കൂ, ആദ്യം ഈക്വൽ ടു ഈഫ് ഫസ്റ്റ് ടെസ്റ്റ് കൊടുത്തു. B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90. 90 എബോവ് ആണ് ശരിയാണെങ്കിൽ വേണ്ടത് നമുക്ക് A+ ആണ്. അത് തെറ്റാണെങ്കിലോ നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്യണം. 80 എബോവ് ആണോ ഈഫ്. സോ അതർവൈസ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ അടുത്ത ഈഫ് കണ്ടീഷൻ കൊടുക്കുക. ഈഫ് B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. ദെൻ വാല്യൂ കൊടുക്കുക. അത് ശരിയാണെങ്കിൽ ഇൻവേർട്ട് കോമയിലെ A പുട്ടെ കോമ. അത് തെറ്റാണെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ചെക്ക് ചെയ്യണം. ഈഫ് B7 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 70 പുട്ടെ കോമ. ഇൻവേർട്ട് കോമയിൽ B+. ഈ 70 എബോവ് ആണ് മാർക്കെങ്കിൽ B+ എന്ന് അവിടെ റിസൾട്ട് വരും. ഇനി 70 എബോവ് അല്ല മാർക്കെങ്കിൽ നമ്മൾ അടുത്ത ഈഫ് ടെസ്റ്റ് ചെയ്യുക. അതർവൈസ് വാല്യൂ ഉള്ളിടത്ത് നമ്മൾ ഈഫ് കണ്ടീഷൻ കൊടുക്കുക. ഇങ്ങനെ എത്ര കണ്ടീഷൻ ഉണ്ടോ അത്രയും നമ്മൾ ഈഫ് കണ്ടീഷൻസ് കൊടുക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ 30 ആൻഡ് ബിലോ 30 മാർക്കിൽ ബിലോ ആണെങ്കിൽ നമ്മൾ D ഗ്രേഡ് കൊടുക്കുന്നു. 30 എബോവ് ഉള്ളതിന് D+ കൊടുക്കുന്നു. 30 ബിലോ ഉള്ളതിന് D ഗ്രേഡ് കൊടുക്കുക. അക്കോർഡിംഗ് ടു യുവർ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഗിവ് ദ ഗ്രേഡ്. അപ്പോൾ നമ്മൾ 30 കൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇവിടെ. 30 കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് വരും? 30 മാർക്ക് എബോവ് ആണെങ്കിൽ D+ ഉണ്ട്. ഇനി നമ്മൾ വേറെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനില്ല. അത്രയും ഇതൊന്നും ഇല്ലെങ്കിൽ 90 എബോവ് ഇല്ല, 80 എബോവ് ഇല്ല, 70 എബോവ് ഇല്ല, 60 എബോവ് ഇല്ല, 50 എബോവ് ഇല്ല, 40 എബോവ് ഇല്ല, 30 എബോവ് ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഗ്രേഡ്? D ഗ്രേഡാണ്. ഇനി വേറെ കണ്ടീഷൻ ഇല്ല. അതർവൈസ് വാല്യൂവിൽ D+ കൊടുക്കുക. എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ അത്രയും ബ്രാക്കറ്റുകൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പ്രസ് എൻ്റർ കീ. യു ക്യാൻ സീ ദി റിസൾട്ട് ഹിയർ. ഓക്കെ, താങ്ക് യു. ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്, നിങ്ങളുടെ +1 മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടി. ആ മാർക്ക് ലിസ്റ്റ് എടുത്ത് അത് എക്സൽ ഷീറ്റിൽ എൻ്റർ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർമുല കൊടുത്ത് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗ്രേഡ് ശരിയാണോ, നിങ്ങൾക്ക് ചെയ്യാൻ പഠിച്ചോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.